തുടക്കം മുതൽ ഒടുക്കം വരെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പ്രതികരിക്കുകയാണ്. തത്സമയത്തിലേക്ക് വളരെ വലിയ തോതിലുള്ള വിവരക്കേടും അസംബന്ധങ്ങളും അക്കാദമിയുടെ ചെയർമാൻ ആയിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കമേഴ്ഷ്യൽ സിനിമ, അക്കാദമിക് സിനിമ, ആൾ കാണാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ സമൂഹത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സിനിമ കൊണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് അവർ ഫൂളാണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അക്കാദമിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സിനിമ ഒരു കല എന്നുള്ള നിലയിൽ അതിനെ വളർത്തുക, സാമൂഹ്യമായി അതിനെ ബന്ധപ്പെടുത്തുക എന്നൊക്കെ തുടങ്ങിയ ഉദ്ദേശത്തോടു കൂടിയാണ് അക്കാദമി തുടങ്ങുന്നത് തന്നെ. ഈ അക്കാദമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അക്കാദമിയെ തന്നെ എന്താ പറയുക അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഇതന്നെയാണ് തുടരുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുക. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, അവർക്ക് അവരുടേതായ ചില പരിമിതികളും ഇതൊക്കെ ഉണ്ടാവാം. അതിനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനം, ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങൾ, കുക്കു പരമേശ്വരൻ, ഇവരുടെ സൗഹൃദം അതൊക്കെ ഉണ്ടാവാം. ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല, ഇത് അക്കാദമിയാണ്, ചലച്ചിത്ര അക്കാദമിയാണ്. അവർക്ക് പരാതിയില്ല, അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ചു, അവർ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ളവർ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു. ആ തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചു, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇതിൽ എന്താ പറയുക 2-3 ഇതിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു. അങ്ങനെ ഇതിന് കൃത്യമായ ബൈലോ ഉണ്ട്. ഇതാരും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മളവിടെയുണ്ട്, അതേ കേബിലുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത്. ഇത് അക്കാദമിക്ക് ഭൂഷണമല്ല, നമുക്കെല്ലാവർക്കും അതൊരു മോശമാണ്. ഗവൺമെൻറ്റിനെ തന്നെ ഈ പരിപാടിയിലൂടെ ഇദ്ദേഹം വളരെ ഒരു അപകീർത്തിയാണ് ഉണ്ടാക്കുന്നത്. അക്കാദമിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ അക്കാദമിക്കെതിരല്ല. ഇദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇത് അക്കാദമിക്കെതിരായോ ചെയർമാനെതിരായോ ഞങ്ങൾ ഇതിൽ നിൽക്കില്ല എന്ന് 2-3 പേരെ പേര് പറഞ്ഞു. നമ്മളാരും അക്കാദമിക്ക് എതിരല്ല, ചെയർമാനും എതിരല്ല. പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങളെതിരെ നിൽക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ചുരുക്കമായിട്ട് പറയാനുള്ളത്. പിന്നെ എക്സിക്യൂട്ടീവിലേക്ക് ആരെ എടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ GCയുടെ കൂടെ അംഗീകാരവും അതിൻ്റെ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് ഇദ്ദേഹത്തിന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മൾ അദ്ദേഹത്തെ മാറ്റണമെന്നൊന്നും ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണം. ഇതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. ഞങ്ങളെല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇതിൽ വേറെ പ്രത്യേകിച്ച് താല്പര്യമില്ല. ഇത് അക്കാദമിയുടെ എന്താ പറയുന്നത് പ്രസ്റ്റേജിന് വേണ്ടി, അല്ല അക്കാദമി സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാരും ഒരാൾ കഥയിലിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. ഓക്കെ, ഇതാണ്. എന്തെങ്കിലും ചോദിക്കാനോ? യോഗം ചേർന്നില്ല എന്ന് ചെറുപ്പം പറഞ്ഞു. യോഗം ചേർന്നിട്ടുണ്ടോ? യോഗം നമുക്ക് അവിടെ ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിനിൽ നമ്മളെല്ലാവരും കൂടിയിരുന്ന് ഒന്ന് സംസാരിച്ചു, നമ്മൾ ആലോചിച്ചു, ചർച്ച ചെയ്തു. അപ്പൊ അതിന്റെ മേലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ട് അത് പിന്നെ നമ്മുടെ സാംസ്കാരിക മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, അക്കാദമി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്, കൾച്ചറൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ഇതന്നെയാണ്. ഇദ്ദേഹം ഈ അടുത്ത കാലത്തെല്ലാം നിരന്തരം തുറന്നു വരുന്ന പിന്നെ അക്കാദമിക്കും ഗവൺമെന്റിനും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തികളും മുഖാമുഖങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു വരികയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നുകിൽ തിരുത്തണം, അല്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഇതാണ് അതിൻ്റെ കണ്ടന്റ്. ഏറ്റവും നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ചലച്ചിത്രോത്സവം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഞങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്. അക്കാദമിയുടെ ഒരു ചെയർമാൻ എന്നുള്ള രീതിയിൽ അദ്ദേഹമാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ഒരു ഭാഗവാക്ക് ഞങ്ങളും ആവുന്നുണ്ട്. അപ്പോൾ വളരെ പരിഹാസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണല്ലോ TV-യിൽ ഇത് കാണിക്കണേ. നിങ്ങൾക്കറിയാലോ എന്താ പറഞ്ഞതും എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കണമെന്ന്. അതിൽ മാത്രമേ ഉള്ളൂ, അല്ല ചലച്ചിത്രമേളക്കോ അക്കാദമിക്കോ ഞങ്ങൾ എതിരല്ല. ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിനെതിരല്ല, ഒന്നും എതിരല്ല. ഞങ്ങളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഈ അപഹാസ്യമായ കാര്യങ്ങൾ നിർത്തണം, അത് തിരുത്താൻ മേലെ ഉള്ളവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണം.
ഇല്ല, മേളയിൽ നമ്മുടെ ഓരോ GC മെമ്പേഴ്സിനും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം അത് വളരെ ഭംഗിയായി നിറവേറ്റുന്നുണ്ട്. അതിനിടയിൽ കുക്കു പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ GC മെമ്പർക്ക് ചെറിയൊരു പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം വളരെ കൃത്യമായി അറിയിക്കേണ്ട സ്ഥലത്ത് അറിയിച്ചു. അപ്പോൾ ഇതിന് ശേഷം സെക്രട്ടറി അവരെ വിളിച്ചിട്ട് ഏകപക്ഷീയമായി അങ്ങ് പറയാണ്, നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യം, സെക്രട്ടറി അല്ല ചെയർമാൻ, നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാം. ഇതെന്താ, ഇത് അയാളെ വീട്ടിൽ ജോലിക്ക് വന്നതല്ലല്ലോ. അവരെയും ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതാണ്, ചെയർമാനെ പോലെ തന്നെ. അവർക്കും അവരുടേതായ ചില അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. അവരും രാപകലില്ലാതെ പണിയെടുത്ത് ഇവിടുത്തെ പിന്നെ ഈ കുട്ടികൾക്കെല്ലാം ട്രെയിനിങ് കൊടുക്കുകയും വളണ്ടിയേഴ്സിന് കൊടുത്ത കാര്യങ്ങൾ കൊടുക്കുകയും ഇതൊക്കെ അതിൻ്റെ നോട്ടുണ്ടാക്കി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാരോ എന്താ പറഞ്ഞാൽ ഇവർ ഏകപക്ഷീയമായിട്ടാണ്. ഇദ്ദേഹത്തിന് തീരെ വേറെ കൂടിയാലോചനയില്ല, ജനാധിപത്യം ഇല്ല അവിടെ. എല്ലാ മെമ്പേഴ്സിനും ഇതിൽ എതിർപ്പുണ്ട്. പക്ഷെ പലരും പുറത്തു പറയാൻ മടിക്കുന്നുള്ളൂ. ഇതിൽ 9 പേരാണ് പങ്കെടുത്തത്. ഇത് വേറെ സംഗതി, ഈ ചെയർമാൻ നടത്തുന്ന ഈ വളരെ വില കുറഞ്ഞ വളരെ അസത്യമായിട്ടുള്ള ഈ കാര്യങ്ങൾക്ക്, ഇന്റർവ്യൂകൾക്കും അഭിപ്രായ പ്രകടനത്തിനെല്ലാം നമ്മളും കൂടെ സമാധാനം പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. നമ്മൾ ഈ ഫിലിമിനൊക്കെ വളരെ ഗൗരവത്തോടെ കാണുന്ന ആളാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് നമ്മളോടും കൂടിയാണ് ചോദിക്കുക. അപ്പോൾ എന്നിട്ടൊക്കെ നമ്മൾ നിന്നതാണ്. ഇയാൾ അവസാനം ഓരോരാളെയും ഇൻസൾട്ട് ചെയ്യുകയാണ്, പുച്ഛിക്കുകയാണ്. അയാൾക്ക് എല്ലാവരും പുച്ഛാണ്. അത് സമ്മതിക്കാൻ പറ്റുമല്ലോ. നമ്മളിതിൽ 9 പേര് പങ്കെടുത്തു, 15 പേരിൽ 9 പേര് പങ്കെടുത്തു. ഇതിലിപ്പം ഇതിൽ ഓരോരാളെയും പിന്മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഓരോരാളെ ഇൻഡിവിജ്വലി ഫോൺ വിളിച്ച് അവരെ ഇതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അത് മാടമ്പിത്തരാണ്, അല്ലാതെ അത് ജനാധിപത്യപരമല്ല. എക്സിക്യൂട്ടീവിലില്ല. മാത്രമല്ല, എക്സിക്യൂട്ടീവിലേക്ക് അങ്ങനെ തീരുമാനിക്കാനൊന്നും അങ്ങനെ പ്രഖ്യാപിക്കാനൊന്നും ഒരു ചെയർമാൻ അധികാരമില്ല. ചെയർമാന് കൃത്യമായി ഇത് തയ്യാറാക്കിയിട്ടുള്ള അയാൾക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും ആ രീതിയിലുള്ള അവകാശങ്ങളുണ്ട്. അത് പാസ്സാവണമെങ്കിലോ അത് ചർച്ച ചെയ്യണമെങ്കിലോ ഒക്കെ ഇതിനെല്ലാം ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ ഒരു സൗഹൃദവും അങ്ങനെ ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ്. ഏതെങ്കിലും ഒരാൾ മേലെ ഇരുന്നങ്ങ് തീരുമാനിക്കുകയല്ല. അങ്ങനെ അനുസരിക്കാൻ നമ്മളാരും തയ്യാറൊന്നുമല്ല. ഇല്ല, നമ്മൾ പല രീതിയിൽ ഇത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാതെ വെറുതെ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ വെറുതെ മാടമ്പിത്തരം പറയുക, ഇതൊക്കെ. പക്ഷേ നമുക്കതൊന്നും സാധിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ അവസാനം ഇത് നമ്മുടെ ഒരു GC മെമ്പർക്കെതിരെ തന്നെ വളരെ അങ്ങ് ആജ്ഞാപിക്കുക, രാവും പകലും ഇല്ലാതെ ജോലി ചെയ്താൽ നിങ്ങളുടെ സേവനം ഇനി IFFK ആവശ്യമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയാം. അവരിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഏത് ഇത് ഞാൻ സാറിനല്ല പുറത്താക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തും. എല്ലാം കാര്യം തിരുത്തണം. നമുക്ക് ഒരാളെ പുറത്താക്കണം ആഗ്രഹമില്ല. ഏതാ നിങ്ങൾ പറഞ്ഞോ. ചോദിക്കോ. ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അതിന്റെ ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത്. അതാണ് പറയുന്നത്. അല്ല, നിങ്ങളൊരു ആക്രോശിക്കണാരോടാ? അല്ലല്ല, നമ്മളിവിടെ മര്യാദയിൽ പറയാണ്. ഏത് മീഡിയ? നിങ്ങളുടെ മറുപടി അല്ല, ആക്രോശിക്കണ്ട. അല്ല, ഏത് മീഡിയ ആണെങ്കിൽ ആക്രോശിക്കണ്ട. ഒരു ചോദ്യം ചോദിച്ചാൽ മതി. പോകുമ്പോ കേൾക്കുന്ന സ്ഥലമല്ല നമ്മള്. മനസ്സിലായില്ലേ? മറുപടി പറയും. ആക്രോശിക്കല്ല, മര്യാദയ്ക്ക് വർത്താനം പറയും. മര്യാദയ്ക്ക് സഭ്യമായി മര്യാദയ്ക്ക് വർത്താനം പറയും. അല്ലല്ല, നിങ്ങളോടാണ് സംസാരിക്കുന്നത്. അല്ലല്ല, ആക്രോശിക്കണ്ടെന്നാ പറഞ്ഞത്. ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും അങ്ങ് പിടിച്ച് പുറത്താക്കാൻ വന്നവരല്ല. നമ്മൾ ഇതിന്റെ ഭരണസമിതിയിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ഭരണസമിതിക്കും അക്കാദമിക്കും വളരെ അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അയാളുടെ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല. അതുകൊണ്ട് അയാൾ തിരുത്തണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ, പുറത്താക്കണമെന്നില്ല. തിരുത്താൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കരുത്. ഇതിനുള്ള ശ്രമം നമ്മൾ നടത്തും. അല്ലാതെ നമുക്കങ്ങ് പ്രഖ്യാപിക്കാൻ പറ്റുമോ ഒരാളെ എങ്കിലും ഈ രഞ്ജിത്ത് ഞാനും തമ്മിൽ വ്യത്യാസമില്ല. രഞ്ജിത്തല്ല മനോജ് ഖാന, രഞ്ജിത്തല്ല അരുൺ. മനസ്സിലായില്ലേ? അല്ല, ഈ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സ്ഥാനത്തിരിക്കുമ്പോ എടുത്ത് പുറക്കാക്കുക എന്ന് പറഞ്ഞ കസേരയോട് വലിച്ചെറിയുന്ന നടക്കില്ല. കാര്യങ്ങളുണ്ട്. പരാതി കൊടുക്കണം, പരാതി പരിഗണിക്കണം, അതിന് അന്വേഷണം നടത്തണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ശരി, താങ്ക്സ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചലച്ചിത്ര അക്കാദമി.
ചെയർമാൻ രഞ്ജിത്തിനെതിരെ ജനറൽ കൗൺസിൽ അംഗങ്ങൾ രാജി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ. ഇത്തരത്തിലുള്ള രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മാടമ്പിത്തരങ്ങളാണ്, ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികളാണ്, അതോടൊപ്പം ഏകാധിപതിയെ പോലെ പെരുമാറുന്നു. ഇത്തരം നടപടികൾക്കെതിരെ പല തവണ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നതാണ്. എന്നാൽ അദ്ദേഹം അത്തരത്തിലുള്ള ഒരു സഹകരണം നടത്തുന്നില്ല. അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും പ്രവൃത്തികളും അക്കാദമിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, അവഹേളിക്കുന്നതാണ് എന്നാണ് ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത്. എന്തായാലും രാജി എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൗൺസിൽ അംഗങ്ങൾ. 9 പേർ, 15 അംഗ കൗൺസിലിൽ 9 പേർ യോഗം ചേർന്ന് സംയുക്തമായി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. അത് ഔദ്യോഗികമായി തന്നെ ആ പരാതിയുമായി മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ രാജി വാങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉള്ളത്. അല്ലാതെ തന്നെ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് തെറിപ്പിക്കുക, അത്തരത്തിലുള്ള മാടമ്പിത്തരമൊന്നും തങ്ങൾക്കില്ല. അത്തരത്തിലുള്ള നിലപാടും പ്രവൃത്തികളും ഉണ്ടാകുന്നത് ചെയർമാന്റെ ഭാഗത്തു നിന്നാണ് എന്നുകൂടി കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. വി വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ, രാജി എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇനി കൗൺസിലിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ? ആര്യ, ഇപ്പോൾ ജനറൽ കൗൺസിൽ അംഗങ്ങൾ പറയുന്നത് ഈ രഞ്ജിത്തിന്റെ സമീപനത്തിൽ മാറ്റമുണ്ടാകണം. ചെയർമാൻ ഏകപക്ഷീയമായ നിലപാടുകൾ എടുക്കുന്നു, ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഈ മാടമ്പി സ്വഭാവം തന്നെയാണ് അദ്ദേഹം കാണിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം തിരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം. യോഗം ചേർന്നു, കഴിഞ്ഞ ദിവസം യോഗം ചേർന്നില്ല എന്നാണ് നേരത്തെ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ അക്കാദമി ചെയർമാനും ഒക്കെയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു, 9 പേരാണ് യോഗം ചേർന്നത്. അതിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ ആവർത്തിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സമീപനം ശരിയല്ല, ഏകപക്ഷീയമായ പെരുമാറ്റമാണ്, മാടമ്പിത്തരമാണ് കാണിക്കുന്നത്. മുണ്ടിൻ്റെ കോന്തല പിടിച്ച് ആറാൻ തമ്പുരാൻ കളിച്ച് നടന്നാൽ ഒരു ചലച്ചിത്രമേള നടക്കില്ല. ഒരുപാട് പേരുടെ പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യമാണ്. രഞ്ജിത്താകട്ടെ ഈ രാജി എന്നുള്ള ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ മേള കഴിഞ്ഞിട്ട് തങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രി ഇക്കാര്യം അറിയിച്ചുവെന്ന് അംഗങ്ങൾ പറയുന്നു. അതിന് പുറമെ തങ്ങളുടേതായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന ഒരു കാര്യം കൂടി അംഗങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഏതായിരുന്നാലും തർക്കം തുടരുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ സമീപനത്തെക്കുറിച്ച് അധിക്ഷേപകരമായാണ് ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നത്. എല്ലാവരോടും പുച്ഛമാണ് രഞ്ജിത്തിന്. ആ ഒരു സമീപനം അദ്ദേഹം മാറ്റുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ നടപടി സ്വീകരിക്കുക. ഈ കാര്യമാണ് ഇപ്പോഴും അംഗങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. ആര്യ, വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, വളരെ ശക്തമായ നിലപാടുമായി കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത് തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിൽ മന്ത്രിയെ ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ രഞ്ജിത്തിന്റെ രാജി എഴുതി വാങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് കൗൺസിൽ അംഗങ്ങളുള്ളത്. എങ്ങനെയാണ് സർക്കാരിന്റെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? എങ്ങനെയായിരിക്കാം ഇതിന്റെ തുടർ നടപടികൾ ഇനി ഉണ്ടാവുക? ആര്യ, ചലച്ചിത്രമേളയുടെ അവസാന ദിവസമാണെന്ന്, അതിനിടെയാണ് ഈ പരസ്യ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ നിലപാടുകൾക്കെതിരെ അംഗങ്ങൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ സിനിമാ മന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പരസ്യമായി തന്നെ നിലപാടെടുത്ത് രംഗത്ത് വരികയാണ്. ചലച്ചിത്രമേള കഴിയുന്നവരെ കടുത്ത നിലപാട് വേണ്ടെന്നൊരു തീരുമാനം നേരത്തെ അംഗങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രഞ്ജിത്ത് വാർത്താ സമ്മേളനം നടത്തി ജനറൽ കൗൺസിൽ അംഗങ്ങൾ യോഗം ചേർന്നിട്ടില്ല, തൻ്റെ രാജി ആവശ്യപ്പെട്ടില്ല, അതൊക്കെ വെറും വാർത്തകളെന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ്. അങ്ങനെയല്ല, യോഗം ചേർന്നിരുന്നു, രഞ്ജിത്തിൻ്റെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുവെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി തന്നെ അംഗങ്ങൾ രംഗത്തെത്തിയത്. അത് രൂക്ഷ വിമർശനമാണ് രഞ്ജിത്തിനെതിരെ ഉന്നയിക്കുന്ന. മാടമ്പിത്തരം കാണിക്കാൻ അനുവദിക്കില്ല, വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല ചലച്ചിത്ര അക്കാദമി എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങളാണ് രഞ്ജിത്തിനെതിരെ ഉന്നയിക്കുന്നത്. സർക്കാരിന് മുന്നിലും ഇത് പ്രശ്നം വലിയൊരു കീറാമുട്ടിയായി മാറുകയാണ്. കാരണം രണ്ടു പക്ഷത്തും സർക്കാരിന് വേണ്ടപ്പെട്ടവരാണ്. രഞ്ജിത്ത് CPM-ന്റെ നോമിനിയായി ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നയാളാണ്. ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടതിൽ പലരും CPM നോമിനികളാണ്. CPI-യുടെ AYF-ന്റെ നേതാവ്, CPI-യുടെ സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ N അരുൺ ഉൾപ്പെടെയുള്ളവരാണ് അക്കാദമിക് കൗൺസിൽ അംഗങ്ങളിൽ മാധ്യമങ്ങളെ കണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷത്തും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോരിനിറങ്ങുമ്പോൾ ആർക്ക് ഒപ്പം നിൽക്കണമെന്ന വളരെ പ്രധാന
പ്രധാനപ്പെട്ട നിലപാട് മുഖ്യമന്ത്രിയും അതുപോലെ സിനിമാ മന്ത്രിയും സ്വീകരിക്കേണ്ടി വരും. പരസ്യ വിഴുപ്പലക്കിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രഞ്ജിത്തിനെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കരുത്, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തപ്പെടണം എന്ന നിലപാടാണ് അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾക്കുള്ളത്. രഞ്ജിത്തിന്റെ നിലപാടുകൾ സിനിമാ പ്രവർത്തകരെ, സംവിധായകൻ ബിജു ഉൾപ്പെടെയുള്ളവരെ അവഹേളിച്ചത് മാത്രമല്ല, ഒരു വനിതാ അംഗത്തിനെതിരെ മോശമായി സംസാരിച്ചു തുടങ്ങി നിരവധി പരാതികൾ രഞ്ജിത്തിനെതിരെ അംഗങ്ങൾക്കുണ്ട്. ഈ നടപടിയെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ചരിത്രമേളയുടെ അവസാന ശേഷം കടുത്ത ചില നടപടികളിലേക്ക് പോകുമെന്ന മുന്നറിയിപ്പ് അവർ നേരത്തെ നൽകിയതാണ്. അതിനിടയിലാണ് രഞ്ജിത്തിന് ഇന്ന് വാർത്താ സമ്മേളനവും രാജിവെക്കേണ്ടെന്ന നിലപാട് പ്രഖ്യാപനം. അതാണ് ഇപ്പോൾ സ്വാഭാവികമായും ഈ എതിർപക്ഷത്തുള്ളവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ ചലച്ചിത്രമേള ഇന്ന് അവസാനിക്കും, ഇതിനുശേഷം ഏതൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം വളരെ നിർണായകമാണ്. ചലച്ചിത്ര അവാർഡ് നിർണ്ണയത്തിലടക്കം രഞ്ജിത്ത് ഇടപെട്ടിരുന്നു, അവിഹിതമായ ഇടപെടലുകൾ നടത്തിയെന്ന വിമർശനം നേരത്തെ ഉയർന്നു വന്നതാണ്. അന്നൊക്കെ രഞ്ജിത്തിനെ സംസ്ഥാന സർക്കാർ, സിനിമാ മന്ത്രി സജി ചെറിയാൻ വളരെ അധികം സംരക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു പൂർണ്ണ പിന്തുണ രഞ്ജിത്തിനെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. തീർച്ചയായും വി അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങൾക്കിടെ രാജി വാർത്ത രഞ്ജിത്ത് നിഷേധിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. അതാണ് സെക്രട്ടറി വളരെ വിശദമായി പറയുന്നത്. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെ അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പറയുന്നത് കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. നന്ദി എല്ലാവരോടും. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, രഞ്ജിത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, അതായത് രാജിവെക്കുക എന്നുള്ള ഉദ്ദേശം തൽക്കാലം ഇല്ല, പക്ഷേ രാജി അല്ലാതെ മറ്റ് വഴികളില്ല, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൗൺസിൽ അംഗങ്ങൾ. തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്, തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ചലച്ചിത്രമേള കഴിയുന്നവരെ കാത്തിരിക്കാൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങൾ തയ്യാറായില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനവരെ പ്രേരിപ്പിച്ചത് നമ്മൾ കുറച്ചു മുമ്പ് കേട്ട രഞ്ജിത്തിന്റെ രാജിയില്ല എന്ന പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിക്കാണ് 4 കൗൺസിൽ അംഗങ്ങൾ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അദ്ദേഹത്തെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത്. 9 പേർ ഒപ്പിട്ട കത്താണ് സിനിമാ മന്ത്രി സജി ചെറിയാൻ നൽകിയത്. അങ്ങനെ അവിടെ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ രാജിയില്ല, തന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന രഞ്ജിത്ത് പ്രഖ്യാപനം നടത്തിയോടുകൂടിയാണ് ഇവർ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് പരസ്യമായി തന്നെ തങ്ങൾ യോഗം ചേർന്ന കാര്യവും രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ട കാര്യവും രഞ്ജിത്തിനെതിരെ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാര്യമൊക്കെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി രംഗത്ത് വന്നത്. അതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. സർക്കാർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. സർക്കാർ തന്നെ നിയമിച്ച ചെയർമാനൊപ്പമാണോ, അല്ലെങ്കിൽ സർക്കാരിന്റെ നോമിനികളായി കൗൺസിലിലേക്ക് വന്ന അംഗങ്ങൾക്കൊപ്പമാണോ, ആർക്കൊപ്പം മുഖ്യമന്ത്രിയും അതുപോലെ സിനിമാ സാംസ്കാരിക മന്ത്രിയും നിൽക്കുമെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും ചലച്ചിത്ര അക്കാദമിയിലെ ചേരിപ്പോര് തമ്മിൽ തന്നെ കൂടുതൽ രൂക്ഷമാകുന്നു. അത് ചലച്ചിത്രമേളയുടെ അവസാന ദിവസം പരസ്യ വിഴുപ്പലക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ആര്യ, തീർച്ചയായും വി അരുണും വി വിനോദുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലേഡീസ് ബാൻഡിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം? അത് പാർലമെന്റിൽ നടക്കുന്ന തീപാറുന്ന ചർച്ചകളും സംവാദങ്ങളും ഒക്കെയല്ലേ, ഡിസ്കഷൻ അല്ലേ, വിശദീകരണങ്ങളല്ലേ. അവർക്ക് പറയാനുള്ളത് പറയാലോ. ഞങ്ങൾ പറഞ്ഞത് ചർച്ച ചെയ്യണമെന്നാണ്. ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഇന്നലെ പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ പറഞ്ഞതെന്നാണ്. അപ്പൊ പാർലമെന്റിനുള്ളിൽ അവർ വരുന്നില്ല. അതെന്തുകൊണ്ടാണ് പാർലമെന്റിൽ അവർക്ക് അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയാതെ വരുന്നത്? യഥാർത്ഥത്തിൽ BJP ഇതിന് എല്ലാ ദിവസവും എല്ലാ സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്ന പല ആയുധങ്ങളുണ്ട്. അതിലൊന്ന് തീവ്ര വർഗീയതയാണ്, മറ്റൊന്ന് തീവ്ര ദേശീയതയാണ്, ഒന്ന് രാജ്യസുരക്ഷയാണ്. രാജ്യസുരക്ഷയ്ക്ക് ഞങ്ങൾ വേണം. ലേഡീസ് ബാൻഡിലേക്ക് തിരികെ എത്തുമ്പോൾ കൊല്ലം തേവലക്കരയിൽ വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മരുമകൾ മഞ്ജു തോമസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 6.5 വർഷമായി മരുമകൾ മർദ്ദിക്കാറുണ്ടെന്ന് ഏലിയാമ്മ വെളിപ്പെടുത്തി. തന്നെ മാത്രമല്ല മകനെയും മർദ്ദിക്കാറുണ്ടെന്നും ഏലിയാമ്മ പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുമായി വയോധിക രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷമായി തുടർച്ചയായി മരുമകൾ മഞ്ജുമോൾ തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ്
ഏലിയമ്മ വർഗീസ് എന്ന 80 വയസ്സുകാരി പോലീസിനോടക്കം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും മഞ്ജുമോൾ അറസ്റ്റിലാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വയോധിക രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ മകൻ ജെയ്സ് വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തന്നെ മർദ്ദിച്ചിരുന്നതെന്നാണ് പോലീസിനോട് വയോധിക നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി മഞ്ജുമോൾക്കെതിരെ പോലീസ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. ഇവരുടെ മക്കളെ അടക്കം ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ വിട്ടു നൽകിയിരിക്കുകയുമാണ്. എന്തായാലും കഴിഞ്ഞ 4.5 മാസം മുമ്പ് വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷവും ഇതേ കാരണം പറഞ്ഞ് ഈ 80 വയസ്സുകാരിയെ മഞ്ജുമോൾ തോമസ് എന്ന ഹയർ സെക്കൻഡറി അധ്യാപിക മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അയൽവാസികളിൽ നിന്നടക്കം വിവരങ്ങൾ ചോദിച്ചറിയുന്നതും. എന്തായാലും ഈ ഭൂമി തർക്കമാണ് ഇത്തരത്തിൽ ഈ വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. എന്തായാലും വയോധിക നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ജുമോൾ തോമസിനെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഈ കസേരയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വയോധികയെ മറിച്ചിടുന്നതും തുടർന്ന് കാലുകൊണ്ട് ചവിട്ടി മർദ്ദിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വീട്ടിൽ പതിവായിരുന്നുവെന്നാണ് ഈ വയോധിക പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്റെ മരുമകൾ കടന്നിരുന്നത്. മകൻ ജെയ്സ് മോനെയും സമാനമായ രീതിയിൽ മഞ്ജുമോൾ തോമസ് മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് 80 വയസ്സുകാരിയായ ഏലിയമ്മ വർഗീസ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഈ വിഷയം ലേഡീസ് ബാൻഡ് വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. വയോധികർ വീടുകളിൽ സുരക്ഷിതരോ, അധ്യാപകർ ക്രൂരരാ? ആത്മഹത്യാ സ്കോഡ് പോലെ അതിന്റെ മുമ്പിലേക്ക് ചാടുന്ന പ്രശ്നമാണ് അന്നും പറഞ്ഞത് ഇന്നും പറഞ്ഞത്. അതിപ്പോ ഗവർണറുടെ മുമ്പിലേക്ക് ചാടുന്ന ഒരു നിലപാട് വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതൊക്കെ നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. അതെ, അത് നിയമപരമായിട്ടുള്ളത് കൈകാര്യം ചെയ്യും. നമ്മളിപ്പോൾ പാർട്ടി ഉള്ള ഭാഗമായിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയേണ്ട പല കാര്യമുണ്ടോ? അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യും. അവിടെ നോക്കാം. സംഘർഷമൊന്നും ഉണ്ടാവില്ല, ഒരു സംഘർഷവും ഉണ്ടാവില്ല. അവിടെ താമസിച്ചോട്ടെ, അതുകൊണ്ടത് കുഴപ്പമൊന്നും. അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുമല്ലോ ഗവൺമെന്റ്. അതിനെന്ത് സംശയം? അദ്ദേഹത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളത് ഏത് ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് നടപ്പിലാക്കും. ഗവർണർ അടിമുടി പ്രകോപനല്ലേ? ഗവർണർ ഉണ്ടാക്കുമെന്ന് സംശയം നിങ്ങൾക്കുണ്ടോ? സംശയം? ഗവർണർ അടിമുടി പ്രകോപനം ഉണ്ടാക്കുകയാണ്. അതാണ് ഗവർണർക്ക് അതിനൊരു ലക്ഷ്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞത് 5-10 മാസമേ ഉള്ളൂ ഇനി. അപ്പോൾ അതിൻ്റെ തുടർച്ച എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വളരെ ഗൗരവപൂർവ്വമുള്ള ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ കാണാൻ സാധിക്കുക. അത് എസ്.എഫ്.ഐക്കാരോട് ചോദിക്കേണ്ടതാണ്. ഞാൻ പ്രതികരിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, നവകേരള സദസ്സ് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തി. അതിൻ്റെ ഉദ്ദേശം ശരിയായി എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത്. ഇന്നലെ വരെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നത്. അത് നവകേരള സദസ്സ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നന്നായിട്ട് യേശി എന്നുള്ളത് തന്നെയാണ്. അതിനങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഗവർണർക്ക് അത് മനസ്സിലാവില്ലല്ലോ. കാരണം ഗവർണർക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ആഘാതം എന്താണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവർണർ അങ്ങനെയല്ലേ പറയാം. അതെ, അത് അവരിപ്പം കോൺഗ്രസ്സുകാരും പറഞ്ഞിട്ടില്ല, ലീഗുകാരും പറഞ്ഞിട്ടില്ല. അവർ പറയട്ടെ. ആര് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് കൊണ്ടാണ്. കോൺഗ്രസ്സുകാർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ, BJP-ക്കാർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ നമുക്ക് മനസ്സിലാക്കാം. അതിന് പുറമെ ലീഗുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവർ പറയേണ്ടതാണ്. ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും
ഈ ഗവർണർ എടുത്ത ഈ നിലപാടിനോട് പ്രതിഷേധിച്ച് അവർ രാജിവെക്കേണ്ടിയാണ്. അത് രാജിവെച്ചിട്ടില്ല ഇതുവരെ. ആ നല്ല രീതിയിൽ അംഗങ്ങളിൽ നിന്നല്ല, അതൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രധാനം. നമ്മൾ ചലച്ചിത്രോത്സവം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വമ്പിച്ച വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും പരിഹരിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. അതിലൊന്നും വലിയ പ്രശ്നം എടുക്കേണ്ട കാര്യമില്ല. പരാമർശങ്ങളെല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നു വിചാരിക്കാം. അല്ല, ഞാനിപ്പോൾ ചെയർമാൻ പറഞ്ഞ ഓരോ പദം അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ചലച്ചിത്രോത്സവം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയും ഫലപ്രദമായ ഇടപെടലോടും കൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ മുന്നോട്ടുള്ള യാത്രയിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യം ചെയ്യാൻ സാധിക്കുന്ന ആ സംവിധാനത്തിന് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കും. കോടതി വെറുതെ വിട്ടത് സംബന്ധിച്ച് പരിശോധിക്കണം. ഞങ്ങൾക്കാർക്ക് തർക്കമുള്ളത് അപ്പീല് പോവുക, അല്ലെങ്കിൽ പുതിയ അന്വേഷണങ്ങൾ എന്തിനും CPM തയ്യാറാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു തർക്കമില്ല. ശരി, അല്ല എന്തൊക്കെ പരിശോധിച്ചു അതിലിപ്പോൾ ജുഡീഷ്യറിയുടെ സ്കൂളിന് വേണം അത് പരിശോധിക്കാം. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. ഞങ്ങൾ അതിന് എതിര് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് എവിടെയാണ് അതിൻ്റെ അകത്ത് വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിച്ച് അപ്പീല്, അതുപോലെ തന്നെ പുനരന്വേഷണം തുടങ്ങി എന്ത് വേണോ അതൊക്കെ നടത്തുന്നതിൽ CPM-ന് എതിരില്ല. കുറച്ച നിലപാടാണ്. സത്യപ്രതിജ്ഞ എന്നൊരു പ്രശ്നമാവില്ല. എന്ത് പ്രശ്നമാവാൻ? ഗവർണർ എവിടെ പോകാനുണ്ട്? ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഗവർണർ ഉണ്ട്. പിന്നെ ഗവർണർ എവിടെ പോകുന്ന വിചാരിക്കുന്നത്? ഞാനിത് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഗവർണർക്ക് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഗവർണർ ഉണ്ടാവില്ല. ഇത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാര്, MP-മാർ, MLA-മാർ ഇവരെല്ലാം ചേർന്നതാണ്. മറ്റു സംസ്ഥാനങ്ങളിലെയോ? അല്ല, ഇതിപ്പോൾ കേരളത്തിൻ്റെ അല്ലേ മൂർത്തമായി മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ്. അത് നോക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ഗവർണർമാരെടുക്കുന്ന നിലപാടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് യോജിക്കാവുന്ന ആളുകളെ ചേർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും.